ഹായ്, നിങ്ങൾ ഒരു ട്രാജിക് ലവ് സ്റ്റോറി ഫാൻ ആണോ? അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ദ വൺ ഫോർ യു. ദ ബുക്ക് കൽ ബൈ മുബഷിറ തഹസീൻ. ഈ പുസ്തകം വായിച്ചു തീർന്നപ്പം ഞാൻ ലിറ്ററലി ഭയങ്കരമായിട്ട് കരയായിരുന്നു. ആൻഡ് ഈ ട്രാജിക് ലവ് സ്റ്റോറീസ് വായിക്കാനും കേൾക്കാനും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. നമ്മൾ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും വായനക്കാരിലേക്ക് ഒരു പ്രതീക്ഷ ഇങ്ങനെ ഇട്ടു തന്നുകൊണ്ടാണ് ഈ കഥ പോകുന്നത്. ഈ സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു ലവ് സ്റ്റോറി ഫ്രം ദ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു കോളേജ് സമയത്ത് തോന്നുന്ന ഒരു പ്രണയം, അത് ഒരു പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റോട് കൂടി അതൊരു കല്യാണം ആവുകയും പിന്നീട് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, കെയർ, ലവ് രണ്ടാളും തമ്മിൽ പരസ്പരം മാനേജ് ചെയ്യുന്നതൊക്കെ വായിക്കുന്ന സമയത്ത് ആ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവാസിയായ ഒരു വ്യക്തിയുടെ മകളായി ജനിച്ച ആമി പിന്നീട് ഒരു പ്രവാസിയുടെ ഭാര്യയായി മാറുന്നുണ്ട്. പിന്നീട് ഭർത്താവിന്റെ കൂടെ പ്രവാസത്തിലേക്ക് പോകുമ്പോഴാണ് എങ്ങനെയാണ് തന്റെ ഉപ്പയാണെങ്കിലും കുടുംബക്കാരൊക്കെ അവിടെ ജീവിച്ചിരുന്നത് എന്ന് ആമിക്ക് മനസ്സിലാവുന്ന രംഗമൊക്കെ ഭയങ്കര ഒരു ഇമോഷണലി നമ്മൾ ഡിഫറെന്റ് ലെവലിൽ ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകന്റെ മരണസമയത്താണ് താൻ 5 വർഷത്തോളം കാത്തു നിന്ന് പ്രഗ്നന്റ് ആയ വിവരം ആമി അറിയുന്നത്. ആ ഒരു സമയത്തൊക്കെ ആമി സ്റ്റക്ക് ആവുന്നത് വായിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നീടുള്ള 9 മാസം എന്ന് പറഞ്ഞാൽ തന്റെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പും തന്റെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള കാത്തിരിപ്പുമാണ്. ആ ഒരു കാത്തിരിപ്പിലൊക്കെ ലവ് എന്ന് പറയുന്നത് പ്രസൻസ് മാത്രമല്ല, അതില് ഭയങ്കരമായ ക്ഷമയും അതുപോലെ തന്നെ വെയിറ്റിംഗ് ഒക്കെ ഇൻവോൾവ് ആകുന്നുണ്ട്. എഴുത്തുകാരി ഭയങ്കര രസകരമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഭയങ്കരമായ ഒരു ട്വിസ്റ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിൽ നടക്കുന്നത്. പക്ഷെ ആ ഒരു എഴുത്തിന്റെ രീതി, ആ ഓരോ വേർഡ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഡിഫറെന്റ് ലെവൽ അതിങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഒരു ഇമോഷണലി നമ്മൾ ഭയങ്കര ഇൻവോൾവ് ആവും ഈ ബുക്കുമായിട്ട്. ഈ ഇവർ തമ്മിൽ എന്താ സംഭവിച്ചത്, അവസാനം എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയത് എന്നൊക്കെ അറിയണമെങ്കിൽ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി.